നമസ്കാരം. ഇന്നത്തെ പുതിയ ഭാരതത്തിൽ ഇവിടെ എന്ത് നടന്നാലും അതിൻ്റെ പേരിൽ കുറേ പഴി കേൾക്കേണ്ടി വരുന്നൊരു സമൂഹമുണ്ട്. അതാണ് മുസ്ലിം സമൂഹം. ഇസ്ലാമോഫോബിയ എന്ന രോഗം അത് കൂടിക്കൂടി വരികയാണ്. CJPയുടെ സമരം നടന്നു, ജന്തർ മന്തർ സമരം നടന്നു. അവിടെയും ആ സമരം ഒരു കലാപത്തിൻ്റെ രൂപത്തിലെത്തി. അടിത്തല്ലുണ്ടായി, വെടിവെപ്പുണ്ടായി, പെല്ലറ്റ് ഇട്ടിട്ട് വെടിവെപ്പുണ്ടായി. ഇതൊക്കെ അവിടെ സംഭവിച്ചല്ലോ. വലുതായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി. അതിൽ ഒരു മതത്തിൻ്റെ ത്രെഡ് കൊണ്ടു ചെലുത്താൻ കഴിയുമായിരുന്നില്ല. കാരണം പ്രശ്നം വിദ്യാർത്ഥി പ്രശ്നമായിരുന്നു. അതും നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ചോദ്യപേപ്പർ ചോർച്ച അത് കാലങ്ങളായിട്ട് സംഭവിച്ചു വരുന്നു. അതിനൊരു സ്റ്റോപ്പ് ഇട്ടതേ മതിയാകൂ എന്ന അവസാനം സഹിക്കാവുന്നതിലപ്പുറം സഹിച്ച് പിന്നെ പിള്ളേർ രംഗത്തിറങ്ങിയതാണ്, കുട്ടികൾ രംഗത്തിറങ്ങിയതാണ്. അവിടെ ഏത് ഭാഗത്താണ് ഇസ്ലാമോഫോബിയ കൊണ്ട് തേക്കുക? ഒരു മാർഗവും കാണാനില്ല. ആ അവസാനം അതിനും കണ്ടെത്തിയൊരു മാർഗം. CJP സമരം നടത്തുന്ന സമരത്തിൻ്റെ സേനാനികൾക്ക് വെള്ളം കൊടുത്തതാരാ? മുസ്ലിങ്ങളാണ്. ആഹാരം കൊടുത്തതാരാ? അത് ഒരു മുസ്ലിം സന്നദ്ധ പ്രവർത്തകനാണ്. ഖത്തറിൽ നിന്ന്, അതൊരു മുസ്ലിം ഭരണാധികാരികളുള്ള സ്ഥലമാണല്ലോ, ഖത്തറിൽ നിന്ന് സഹായമെത്തി. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തായിരിക്കും? ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം, അതിനുള്ള ബാക്കപ്പ്. അങ്ങനെയാക്കി മാറ്റാൻ എളുപ്പമാണല്ലോ കാര്യങ്ങൾ. ചൈനയിൽ നിന്ന് സഹായമെത്തി, പാകിസ്ഥാനിൽ നിന്ന് സഹായമെത്തി. ഇതൊക്കെയും പറയാൻ ആൾക്കാർക്ക് ഒരു ഉളുപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നും സഹായം കൂടെ എത്തണമെങ്കിൽ 25 രൂപ അവിടെ നിന്ന് അയക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അറിയാണ്ട് അയക്കാൻ പറ്റുമോ? അത്രത്തോളം മണ്ടന്മാരാണോ ഇന്ത്യ ഗവൺമെൻറ്? പക്ഷേ അവിടെ പറഞ്ഞു പരത്തുന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു ഉളുപ്പും ഉണ്ടായില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഖത്തറിൽ നിന്ന് പൈസ അയച്ചു, മുസ്ലിങ്ങളുടെ ഇടപെടൽ. പാകിസ്ഥാനിൽ നിന്ന് പണം അയച്ചു, ആഹാരം അയച്ചു, മുസ്ലിങ്ങളുടെ ഇടപെടൽ. ഇവിടെ തന്നെയുള്ള സന്നദ്ധ പ്രവർത്തനമായിട്ടുള്ള ഒരാൾ സഹായം, അവർക്ക് ആഹാരം വെള്ളം കൊടുത്തു. അയാൾക്ക് പൈസ കിട്ടിയത് എവിടെ നിന്ന്? പണം കിട്ടിയത് എവിടെ നിന്ന്? അതിനെയും ചൂണ്ടിക്കാണിക്കുന്നത് വേറൊരു തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുസ്ലിങ്ങളായിട്ട് കൂട്ടിയടക്കാൻ വേണ്ടി, ഇസ്ലാമോഫോബിയായിട്ട് കൂട്ടിയടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും അവിടെ ശ്രമം നടത്തുന്നത് എന്ന് സാരം. ഏതായാലും ഇത്ര നാളും ആ ഒരു കാര്യം വിജയത്തെ പ്രാപിച്ചിരുന്നില്ല. ഇപ്പോൾ അത് പല രൂപത്തിലും പല ഭാവത്തിലും അതിനു വേണ്ടി പരിശ്രമിച്ചു. ഇപ്പോൾ അത് വിജയത്തെ പ്രാപിച്ചു എന്ന് വേണം കരുതാൻ. CJP സമരം, അതിൻ്റെ പിന്നിൽ കോടീശ്വരനായിട്ടുള്ള ഒരു പ്രവാസി മലയാളി മുസ്ലിമായിട്ടുള്ള ഒരാൾ, അയാൾ എങ്ങനെയോ തേടി പിടിച്ചിരിക്കുകയാണിപ്പോൾ. അതങ്ങനെ വരുമ്പോഴാണല്ലോ ഇനി ആ വാർത്ത ഒന്നുകൂടി പ്രചാരത്തിൽ എത്തിക്കുമ്പോഴാണല്ലോ അതൊരു വെറും വാർത്തയല്ല, അതൊരു ഒന്നൊന്നര വാർത്തയാകുന്നത്. ശരിയത്ത് ബാങ്കിൻ്റെ മറവിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ധനസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിയത്ത് ബാങ്കിൻ്റെ മറവിലാണ് ഈ അട്ടിമറി നീക്കം നടന്നതെന്നാണ് ഇത് സംബന്ധമായിട്ടുള്ള വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയിട്ടുള്ളത്. പ്രവാസി വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് ഷാജി മഠത്തിനെതിരെയായിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. മലപ്പുറം കവളപ്പൊയ്ക സ്വദേശിയായിട്ടുള്ള അജി തോമസാണ് ഇങ്ങനെയൊരു കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ കോക്രോച്ച് പാർട്ടിയുടെ ജന്തർ മന്തർ സമരത്തിലിപ്പോൾ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഛായയും പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷമായി കാണുന്നല്ലോ. ഇതിനു മുമ്പ് ജന്തർ മന്തർ സമരക്കാർക്ക് ആഹാരവും വെള്ളവും എത്തിച്ചു കൊടുത്തത് ഒരു മുസ്ലിം യുവാവ് ആണെന്ന് പറഞ്ഞ് ഈ സമരത്തിന് തീവ്രവാദം ആരോപിക്കാൻ ശ്രമം നടത്തിയതാണ്.
ഇങ്ങനെ ബി ജെ പിക്കെതിരായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമാണ് ആ സമരത്തെ മുസ്ലിം തീവ്രവാദവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളത്. പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ, കാരണം ഹിന്ദുത്വം ഉണർന്നിരിക്കുന്ന സമയമാണല്ലോ. ഏതായാലും ആ യുവാവിനെ, ഇവർക്ക് ആഹാരവും വെള്ളമൊക്കെ എത്തിച്ചു കൊടുത്ത യുവാവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലീസ് പിടികൂടി, അവരേക്കും പീഡിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വയസ്സായിട്ടുള്ള പിതാവിനെ ആഹാരം കഴിക്കുന്നിടത്തുനിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ ഭാര്യയുടെ സഹോദരിക്ക് കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടേ. ഇപ്പോൾ അതങ്ങനെ വലിയ വാർത്തയായതാണ്. ഇപ്പോഴിതാ ഒരു പ്രവാസി മുസ്ലിം കോടീശ്വരൻ്റെ വലിയ സഹായം ഈ CJPക്ക് കോക്രോച്ച് പാർട്ടി കിട്ടിയിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ഖത്തറിൽ നിന്നും ആഹാരവും എത്തിച്ചു കിട്ടിയെന്ന്, മറ്റുള്ള കാര്യങ്ങളും പണവും എത്തിച്ചു കിട്ടിയെന്നും BJPക്കാരും BJP അനുകൂലികളും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. നുണയെ സത്യമാക്കാനും കഴിയുമല്ലോ, പറഞ്ഞ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അതേ ഗണത്തിൽ ഉയർന്നു വന്ന വാർത്തയാണ് സമരത്തിന് മുസ്ലിം വ്യവസായിയുടെ വൻ ഫണ്ടിങ് എന്ന വിവാദം. പ്രവാസിയായി വിദേശത്തിരുന്ന് രാജ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള കോക്രോച്ച്, അവർ രാജ്യവിരുദ്ധ ശക്തികളാണെന്ന് ഉറപ്പിച്ചു കേട്ടോ. രാജ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സാമ്പത്തിക സഹായം നൽകി. മുഹമ്മദ് ഷാജി മഠത്തിൽ. കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാണ് ഇപ്പോൾ പരാതിയായിട്ട് ഉയർന്നിട്ടുള്ളത്. അനേകം കമ്പനികളുടെ തലപ്പത്ത് ഇരിക്കുന്ന ഒരാളാണ് ഈ മുഹമ്മദ് ഷാജി മഠത്തിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്, അതിന് പുറമെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ED, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ SFIO, ഇൻ്റലിജൻസ് ബ്യൂറോ IB എന്നിവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് സ്ഥിരം താമസിക്കുന്ന മുഹമ്മദ് ഷാജി മഠത്തിൽ ഇന്ത്യയിലെ ക്രമസമാധാന നില തകർക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തിയെന്നാണ് സൂചന. ജന്തർ മന്ദർ സമരത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ആളുകളെയും പല രൂപത്തിൽ അവിടെ എത്തിച്ചു അത്രേ. ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി അത്രേ. ഇതെല്ലാം രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിനു പുറമെ ഓസ്ട്രേലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ശരീഅത്ത് ബാങ്ക്, ഓസ്ട്രേലിയയിലുള്ളതാണ്, AMUST എന്നാണ് അതിന് പറയുക, എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ് മുഹമ്മദ് ഷാജി മഠത്തിൽ എന്നും വിവരം കിട്ടിയിട്ടുണ്ട്. ഈ ബാങ്കിലൂടെ സ്വരൂപിക്കുന്ന പണം, ആ പണം ഇന്ത്യയിലെ രാജ്യവിരുദ്ധ അട്ടിമറി പ്രവർത്തനങ്ങൾക്കായിട്ട് തിരിച്ചുവിടുന്നു എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കിട്ടിയിട്ടുള്ള വാർത്ത. ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട്, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലായിട്ട് കേരളത്തിൽ, കർണാടകത്തിൽ, മഹാരാഷ്ട്ര ആ സംസ്ഥാനങ്ങളിലും അദ്ദേഹം വളരെ വലിയ രൂപത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 20-നടുത്ത് പ്രമുഖ കമ്പനികളിൽ ഡയറക്ടറാണ് ഈ പറഞ്ഞ മുഹമ്മദ് ഷാജി മഠത്തിൽ. ഈ വ്യാപാര മഹിമയുടെ മറവിലാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണം എത്തിക്കുന്നത് അത്രേ. ആ പണം ഈ രൂപത്തിലൂടെ ആണ് തീവ്രവാദി സംഘങ്ങൾക്ക് എത്തിക്കുന്നത് അത്രേ. കാരണം ഓസ്ട്രേലിയയിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ദുബായിൽ നിന്നോ നേരിട്ട് പണം അയക്കുമ്പോൾ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്നുള്ള പണവും വെച്ച് ഇവിടെ നടത്തുന്ന 20ഓളം കമ്പനികൾ, ആ കമ്പനികളിലൂടെയാണ് ഇന്ത്യ വിരുദ്ധ ശക്തികളായിട്ടുള്ള CJPക്കാർക്ക്, ഇതൊക്കെ അവർ പറയുന്നതാണ്, അവർക്ക് പണം എത്തിക്കുന്നത്. ഏതായാലും ആഗ്രഹിച്ചൊരു കാര്യം, അതായത് CJPയുടെ സമരവും രാജ്യവിരുദ്ധ ശക്തികളുടെ സഹായത്താലാണെന്ന് വരുത്തി തീർക്കുക, അവരും രാജ്യദ്രോഹികളാണെന്ന് വരുത്തി തീർക്കുക.
പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അറേബ്യൻ കൺട്രീസിൻ്റെയൊക്കെ സഹായങ്ങളൊന്ന് വരുത്തി തീർക്കുക. അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമുക്ക് കാലം തെളിയിക്കണം. ഏതായാലും ഇത് മാത്രമല്ല, കേരളത്തിലെ വിവിധ വകുപ്പുകളിലായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഭരണാധികാരികൾ ഇയാൾക്ക് വഴിവിട്ട സംരക്ഷണം നൽകി വരുന്നുണ്ടെന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. UAPA, PMLA, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് പണത്തിൻ്റെ തുടങ്ങിയ വകുപ്പുകൾ എടുത്തിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. ഏതായാലും ഈ വിഷയത്തിലിപ്പോൾ വൻ രാഷ്ട്രീയ സുരക്ഷാ ചർച്ചകൾ അതിന് വഴി തുറന്നിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ കാര്യങ്ങളുടെ ഭാവി എന്താണെന്ന് കാലം തെളിയിക്കട്ടെ, കണ്ടറിയണം. നമസ്കാരം.